നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ചതിച്ചുവെന്ന് നേമം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായിരുന്ന വി സുരേന്ദ്രൻപിള്ള. കോൺഗ്രസ് വോട്ടുകൾ ബിജെപിക്ക് പോയി. ജെഡിയു മത്സരിച്ച എല്ലാ സീറ്റുകളിലും കോൺഗ്രസ് ബിജെപിക്ക് വോട്ട് മറിച്ചുവെന്നും വി സുരേന്ദ്രൻപിള്ള ആരോപിക്കുന്നു. വി അരുൺ ചേരുന്നു വിശദാംശങ്ങളുമായി. അരുൺ, വിവരങ്ങൾ എന്താണ്? അരുൺ, എന്താണ് അദ്ദേഹം പറയുന്നത്? ഏത് വിധത്തിൽ ചതിക്കപ്പെട്ടുവെന്നാണ് അദ്ദേഹം? നേരത്തെ ഉണ്ടായിരുന്ന വിവരങ്ങളും വാർത്തകളും ഒക്കെയാണ്, നേരത്തെ തന്നെ ആളുകൾക്ക് അറിയാവുന്ന കാര്യമാണ്. ആളുകൾക്ക് ഇങ്ങനെയൊരു ആക്ഷേപം അന്തരീക്ഷത്തിലുള്ളത്, രാഷ്ട്രീയമായിട്ടുള്ളത്. അത് സംബന്ധിച്ച് സ്ഥാനാർത്ഥിയായിരുന്ന സുരേന്ദ്രൻപിള്ള ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? കോൺഗ്രസ് നിയമത്തെ ചതിക്കുകയായിരുന്നു എന്നാണ് സുരേന്ദ്രൻപിള്ളയുടെ ആരോപണം. നേരത്തെ CPM നേതാക്കൾ അടക്കമുള്ളവർ ഇക്കാര്യം ആരോപിച്ചിരുന്നതുമാണ്. കോൺഗ്രസിന്റെ വോട്ടുകൾ പൂർണ്ണമായും ബിജെപിയിലേക്ക് പോവുക, അതുകൊണ്ടാണ് ബിജെപിക്ക് കേരളത്തിൽ അക്കൗണ്ട് തുറക്കാനായതെന്ന് അന്ന് തെരഞ്ഞെടുപ്പ് ഫലം വന്ന CPM പ്രമുഖ നേതാക്കളൊക്കെ പറഞ്ഞതാണ്. ഇന്ന് ആ ആരോപണത്തെ ശരിവെക്കുകയാണ് അന്ന് JDUവിന്റെ UDF സഖ്യത്തിൽ മത്സരിച്ച JDU സ്ഥാനാർത്ഥി വി സുരേന്ദ്രൻപിള്ളയും. ആദ്യഘട്ടങ്ങളിൽ കോൺഗ്രസ് പ്രവർത്തകർ സജീവമായി തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അവസാന വോട്ടെടുപ്പ് ദിവസം ഉച്ചയ്ക്ക് ശേഷം ബൂത്തുകൾ പോലും നിർജ്ജീവമായിരുന്നു. ബൂത്തുകളിൽ ആളില്ലാത്ത അവസ്ഥയായിരുന്നു. ഇത് നേമത്ത് മാത്രം സംഭവിച്ചതല്ല. കേരളത്തിൽ 7 സീറ്റുകളിൽ JDU മത്സരിച്ചു. എല്ലായിടത്തും ഇത്തരത്തിൽ കോൺഗ്രസ് വോട്ടുകൾ ബിജെപിക്ക് മറിക്കുകയായിരുന്നു. നേമത്ത് പ്രത്യേകിച്ചും 13,000 വി സുരേന്ദ്രൻപിള്ളയാണ് അക്കാര്യം സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കിയിരുന്നത്. നേമത്തെ UDF സ്ഥാനാർത്ഥിയായിരുന്നു വി സുരേന്ദ്രൻപിള്ള. ജനതാദളിന്റെ ഭാഗമായിട്ട് തന്നെ കോൺഗ്രസ് ചതിക്കുകയായിരുന്നു. സ്ഥാനാർത്ഥിയായി നിർത്തിയിട്ട് വോട്ട് ബിജെപിക്ക് മറിക്കുകയാണ് കോൺഗ്രസ് ചെയ്തത് എന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത്. അരുൺ, തുടരാമോ? ചെറിയ സാങ്കേതിക പ്രശ്നമുണ്ടായി, താങ്കൾ പറയുന്നത് മുഴുവനായി കേട്ടില്ല. സനീഷ്, നിയമത്തിന്റെ പഴയ രൂപമായ തിരുവനന്തപുരം ഈസ്റ്റ് കോൺഗ്രസിന് വലിയ സ്വാധീനമുള്ള ഒരു മണ്ഡലമായിരുന്നു. 3 തവണ തുടർച്ചയായി B വിജയകുമാർ MLA ആയ മണ്ഡലം. അവിടെ 13,000 വോട്ടുകൾ മാത്രമാണ് കഴിഞ്ഞ തവണ സുരേന്ദ്രൻപിള്ളയ്ക്ക് UDF സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച JDU സ്ഥാനാർത്ഥി വി സുരേന്ദ്രൻപിള്ളയ്ക്ക് ലഭിച്ചത്. മുൻകാലങ്ങളിലേക്ക് വലിയ ശക്തിയുള്ള ഒരു മണ്ഡലത്തിൽ ഇത്രയും വോട്ട് കുറഞ്ഞത് വോട്ട് മറിച്ചുകൊണ്ട് തന്നെയെന്ന ആരോപണം നേരത്തെ ശക്തമായിരുന്നു. CPM നേതാക്കളും JDU നേതാക്കളും ഒക്കെ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു. ഇപ്പോൾ ആരോപണങ്ങൾ ശരിവെക്കുകയാണ് വി സുരേന്ദ്രൻപിള്ള. വോട്ടെടുപ്പ് ദിവസം ഉച്ചയ്ക്ക് ശേഷം ബൂത്തിൽ പോലും ഇരിക്കാൻ പ്രവർത്തകർ ഇല്ലാത്ത അവസ്ഥയായിരുന്നു. വോട്ട് ഈ ഒരു മണ്ഡലത്തിൽ മാത്രമല്ല, JDU മത്സരിച്ച എല്ലാ മണ്ഡലങ്ങളിലും ഇതായിരുന്നു സ്ഥിതി. നിയമത്ത് പ്രത്യേകിച്ചും ചില നേതാക്കൾ അറിഞ്ഞുകൊണ്ട് UDF ഒരു നിമിഷം താങ്കളിലേക്ക് തിരിച്ചു വരാം. ഇപ്പോൾ വി സുരേന്ദ്രൻപിള്ളയുടെ വാക്കുകൾ തന്നെ നമ്മുടെ മുന്നിലുണ്ട്, അതിലേക്ക്. ഒരു അന്വേഷണ കമ്മീഷനെ KPCC വെച്ചു. KPCCയുടെ അന്വേഷണ കമ്മീഷൻ നടത്തിയ അന്വേഷണത്തിൽ UDF വോട്ട് വളരെ കുറഞ്ഞു. ബൂത്ത് തലത്തിൽ അട്ടിമറി നടന്നിരിക്കുന്നു. ബോധപൂർവമായിട്ട് ചിലരെങ്കിലുമൊക്കെ എടുത്ത തീരുമാനത്തിൻ്റെ വെളിച്ചത്തിലാണ് അങ്ങനെ ഒരു അട്ടിമറി നടന്നിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് വോട്ട് കുറഞ്ഞു. അതിപ്പോൾ മാത്രമല്ല, നിയമത്തിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ B വിജയകുമാർ നോർത്ത് മണ്ഡലത്തിൽ മത്സരിച്ച് വിജയിച്ചതിന് ശേഷം പിന്നെ ചാരുപാറ രവി മത്സരിച്ചു. 20,000 വോട്ടേ എന്ന് കിട്ടിയുള്ളൂ. അപ്പോൾ അന്നും BJP സ്ഥാനാർത്ഥിക്ക് നല്ല വോട്ട് കിട്ടി, പക്ഷെ വിജയിച്ചില്ല. രണ്ടാമത്തെ പ്രാവശ്യം നേമത്ത് UDF സ്ഥാനാർത്ഥിക്ക് വളരെ കൂടുതൽ വോട്ട് കുറഞ്ഞു അതിനേക്കാൾ. അപ്പോൾ അത് KPCC നടത്തിയ അന്വേഷണത്തിൽ ഞങ്ങൾ ആവശ്യപ്പെട്ടു UDFനകത്ത് അന്വേഷണം നടത്തണം, ഇതിൻ്റെ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നല്ല ഞങ്ങൾ ആവശ്യപ്പെട്ടു. അപ്പോൾ അന്വേഷണത്തിൽ വോട്ട് ചോർച്ചയുണ്ടായി. അത് ബോധപൂർവമാണോ അല്ലയോ എന്നുള്ള കാര്യം പരിശോധിക്കണമെന്ന് KPCC റിപ്പോർട്ട് കൊടുത്തു. അത് പരിശോധിച്ച് നടപടിയെടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ നടപടി കണ്ടില്ല. കാരണം ജനതാദൾ സ്ഥാനാർത്ഥികളെ തോൽപ്പിച്ചിട്ട് അതിന്മേൽ നടപടി നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. കാരണം പ്രതീക്ഷിക്കുന്നെങ്കിൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ പാലക്കാട് വീരേന്ദ്രകുമാറിനെ 1,00,000-ൽ പരം വോട്ടിന് തോറ്റപ്പോൾ അന്ന് നടപടി എടുക്കുമെന്ന് പറഞ്ഞ് നടപടി എടുത്തില്ല. KPCC അന്വേഷണ സമിതി തന്നെയും തിരിച്ചറിഞ്ഞ മനസ്സിലാക്കിയ അന്വേഷണത്തിലൂടെ കണ്ടെത്തിയ കാര്യമാണ് ഇത് എന്നാണ് അദ്ദേഹം പറയുന്നത്. വി സുരേന്ദ്രൻപിള്ള അന്നത്തെ UDF സ്ഥാനാർത്ഥി. നേമത്ത് കോൺഗ്രസ് വലിയ തോതിൽ കോൺഗ്രസിൻ്റെ വോട്ട് മുഴുവൻ തന്നെയും BJP സ്ഥാനാർത്ഥിക്ക് മറിച്ചു എന്ന ആക്ഷേപമാണ് ഉന്നയിക്കുന്നത്.